ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഷ്റഫ് തുലാക്കൽ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ഒരുപാട് പലരും പല സ്വഭാവക്കാരാണ്. ഇതുപോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം ഭയങ്കര സ്നേഹമാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും തുടങ്ങാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയേനെ. പക്ഷെ അതെല്ലാം സഹിച്ച് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് ഈ പടം തീരുന്ന ഇപ്പോൾ റിലീസിങ്ങിനാണ്. അതുവരെയും സഹകരിച്ചൊരു വലിയ വ്യക്തിയാണ് അഷ്റഫ് തുലാക്കൽ. ഒന്ന് കണ്ടോട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കുഴപ്പമില്ല. പിന്നെ നാദിർഷയ നമ്മൾ പറയാതെ നമ്മുടെ നാട്ടുകാരനാണ്. നല്ല ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് കോമഡിയാണ് നാദിർഷയുടെ ചിത്രങ്ങളെല്ലാം. ഇതും അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പുതുമയുള്ള ഒരുപാട് തമാശകൾ കോർത്തിണക്കി, ഒരുപാട് സിറ്റുവേഷൻസ് കോർത്തിണക്കി വളരെ ഗംഭീരമായിട്ട് ചെയ്തേക്കണം ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും നാദിർഷ തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നാദിർഷയുടെ മകളും പാടിയിട്ടുണ്ട്. ഗംഭീരമായിട്ടാണ്. ആദ്യം എന്നെ കേൾപ്പിച്ചു ആ പാട്ട്. ഞാൻ അപ്പം പറഞ്ഞു നാദിർഷ സൂപ്പർ പാട്ടാണ്, നല്ല ഗംഭീരമായിട്ട് നല്ല ഫീലിലാണ് നാദിർഷയുടെ മകൾ പാടിയേക്കണത്. പിന്നെ അങ്ങനെ പലരും പാടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ പാട്ടും നന്നായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് സിനിമയുടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ എല്ലാ സീൻസും. നമ്മുടെ ക്യാമറാമാൻ സുജിത് വാസുദേവൻ അവിടെ ഇരിപ്പുണ്ട്. എഴുതിക്കാൻ പറ്റില്ലേ? നമ്പർ 1 ക്യാമറാമാൻമാരിൽ ഒരാളാണ്. അതുപോലെ ഓരോരുത്തരും വിഷ്ണു ആണ് ഇതിൻ്റെ നായകൻ. വിഷ്ണു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വിഷ്ണു ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്. വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുവിട്ട് ക്ഷമിക്കുക. അതിന് ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്ന് അതിനെക്കുറിച്ച് പറയും. ഹീറോയിൻ ഇതൊക്കെ വളരെ എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തോടെ ആദ്യം അഭിനയിക്കുന്ന കേശു എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. അതിലും ഒരു രസമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് വളരെ ഹ്യൂമറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഈ ലോഗോ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.